ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഐക്യരാഷ്ട്രസഭ 2026 ഏതൊക്കെ വർഷങ്ങളായാണ് ആചരിക്കുന്നത്? മീച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം, സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷം. അപ്പോൾ ഐക്യരാഷ്ട്രസഭ 2026 മീച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കുന്നു. അതുപോലെ സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷം. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. 40ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൗമൻ സെൻ. അമേരിക്കൻ സൈനിക നടപടിയിലൂടെ തടവിലാക്കപ്പെട്ട വെനസ്വേലൻ പ്രസിഡന്റാണ് നിക്കോളാസ് മഡുറോ. നിക്കോളാസ് മഡുറോനെ തടവിലാക്കാൻ വേണ്ടി അമേരിക്ക നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ പുറത്തിറക്കിയ പുതിയ മാസ്കോട്ടിൻ്റെ പേര് സാംഖികി എന്നാണ്. പുതിയ ലോഗോൻ്റെ സന്ദേശം എന്ന് പറയുന്നത് വികസനത്തിനായുള്ള ഡാറ്റ എന്നാണ്. തൊണ്ടി മുതൽ അട്ടിമറിച്ച് വിധിയിൽ കൃത്രിമം കാണിച്ചതിനെ തുടർന്ന് 3 വർഷം തടവിനും 10,000 രൂപ പിഴയ്ക്കും ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് MLA സ്ഥാനം നഷ്ടമായ മുൻ മന്ത്രി ആൻ്റണി രാജു. അപ്പോൾ 2026 ഏതൊക്കെ വർഷമായിട്ടാണ് ആചരിക്കുന്നത്? മീച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം, സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷം. കേരള ഹൈക്കോടതിയുടെ 40ാമത് ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൗമൻ സെൻ. അമേരിക്കൻ സൈനിക നടപടിയിലൂടെ തടവിലാക്കപ്പെട്ട വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ പുതിയ മാസ്കോട്ടാണ് സാംഖികി. ലോഗോൻ്റെ സന്ദേശം വികസനത്തിനായുള്ള ഡാറ്റ. പിന്നെ തൊണ്ടി മുതൽ അട്ടിമറിച്ചതിനെ തുടർന്ന് 3 വർഷവും 10,000 രൂപ പിഴയും കിട്ടിയിട്ടുള്ള MLA സ്ഥാനം നഷ്ടമായ മന്ത്രിയാണ് ആൻ്റണി രാജു. 2026 കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ മുഖ്യ അതിഥി ആരായിരുന്നു? സുനിത വില്യംസ്. നാസ ബഹിരാകാശ സഞ്ചാരിയാണ് സുനിത വില്യംസ്. 3 ദൗത്യങ്ങളിലായി 608 ദിവസമാണ് ബഹിരാകാശത്ത് ചെലവഴിച്ചത്. സ്പേസ് വാക്ക് നടത്തിയിട്ടുണ്ട് 9 തവണ. മൊത്തം 62 മണിക്കൂറും 6 മിനിറ്റുമാണ് ബഹിരാകാശത്ത് നടന്നിട്ടുള്ളത്. അടുത്തത് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടുന്നതിനായി 2026 ജനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ രഹസ്യ സൈനിക നീക്കം ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. 2030 ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ നടത്തിപ്പിനായി രൂപീകരിച്ച പ്രത്യേക നിർവഹണ ഏജൻസിയുടെ അധ്യക്ഷയായി ചുമതലയേറ്റത് PT ഉഷയാണ്. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായത് മോഹൻലാൽ. KSRTC വന്നത് 1965. സംസ്ഥാന സർക്കാരിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നൽകുന്ന 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ. 1,00,000 രൂപയാണ് സമ്മാനത്തുക. 2025 ഹരിവരാസനം പുരസ്കാരം കൈതപ്പറം ദാമോദരനും ഫസ്റ്റ് ഹരിവരാസനം അവാർഡ് കിട്ടിയത് KJ യേശുദാസിനുമാണ്. അതുപോലെ ഇപ്പോഴത്തെ ഈ വർഷത്തെ 2025 ഓടക്കുഴൽ പുരസ്കാരം EP രാജഗോപാലിന് ഉൾക്കഥ എന്ന് പറയുന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിന് 30,000 രൂപ. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും പശ്ചിമഘട്ട സംരക്ഷണ റിപ്പോർട്ടിൻ്റെ ശില്പിയുമായിരുന്ന വ്യക്തി 2026 ജനുവരിയിൽ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? മാധവ് ഗാഡ്ഗിൽ. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും പശ്ചിമഘട്ട സംരക്ഷണ റിപ്പോർട്ടിൻ്റെ ശില്പിയുമായിരുന്ന വ്യക്തി 2026 ജനുവരിയിൽ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? മാധവ് ഗാഡ്ഗിൽ. ജനുവരി 7, 2026 അദ്ദേഹം മരിച്ചത്. മുഴുവൻ പേര് മാധവ് ധനഞ്ജയ ഗാഡ്ഗിൽ എന്നാണ്. ഇന്ത്യയുടെ പരിസ്ഥിതി ഗവേഷണ സംരക്ഷണ നയം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 2024 ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചു. 1981 പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. 2006 പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. 1986 ശാന്തി സ്വരൂപ് ഭട്നാഗർ
പ്രൈസും ലഭിച്ചിട്ടുണ്ട്. 2011 ഓഗസ്റ്റ് 30 ഈ പശ്ചിമഘട്ടത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത്. പിന്നെ ആളുടെ പ്രധാന ബുക്കാണ് എ വോക്ക് അപ്പ് ദ ഹില്ല്, ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. ആത്മകഥ എന്ന് പറയുന്നത് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. മാധവ് ഗാഡ്ഗിൽ ജനുവരി 7 അന്തരിച്ചു. 2024 UN ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം, 1981 പത്മശ്രീ, 2006 പത്മഭൂഷൺ, 1986 ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ്. പ്രധാന ബുക്ക് എ വോക്ക് അപ്പ് ദ ഹില്ല്, ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. ആത്മകഥ എന്ന് പറയുന്നത് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. ആധാറിൻ്റെ പുതിയ ഭാഗ്യചിഹ്നത്തിൻ്റെ പേര് ഉദയ് എന്നാണ്. അത് ഡിസൈൻ ചെയ്തത് തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള അരുൺ ഗോകുൽ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പുനരുജ്ജീവിപ്പിച്ച നാഷണൽ ഒളിമ്പിക് അക്കാദമിയുടെ ഡയറക്ടറായി നിയമിതനായത് ഗഗൻ നാരംഗ്. നാഷണൽ ഒളിമ്പിക് അക്കാദമിയുടെ ഡയറക്ടർ ഗഗൻ നാരംഗ്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബാക്ടീരിയയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം. ആധാറിൻ്റെ പുതിയ ഭാഗ്യചിഹ്നമാണ് ഉദയ്. അത് ഡിസൈൻ ചെയ്തത് അരുൺ ഗോകുൽ. നാഷണൽ ഒളിമ്പിക് അക്കാദമി ഡയറക്ടർ ഗഗൻ നാരംഗ്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബാക്ടീരിയനെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യ വിമർശകൻ EP രാജഗോപാലൻ. ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിന് 30,000 രൂപ. ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് 2026 തിരുവിഴ ജയശങ്കർ നാഗസ്വര വിദ്വാനാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതാ കാർഷിക ഭക്ഷ്യ സംരംഭങ്ങളെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി ആരംഭിച്ച യൂണിഫൈഡ് പ്രീമിയം ബ്രാൻഡാണ് കെ ഇനം. കെ ഇനത്തിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻ്റഗ്രേറ്റഡ് നെറ്റ്വർക്ക് ഓഫ് അഗ്രി ഫുഡ് മാർക്കറ്റിംഗ്. 2026 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ ഔദ്യോഗിക പ്രമേയം ബിൽഡിംഗ് ഫോർ റിസൈലിയൻസ്, ഇന്നോവേഷൻ, കോഓപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. 2026 ബ്രിക്സ് ഉച്ചകോടി വേദി ഇന്ത്യയാണ്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ബിൽഡിംഗ് ഫോർ റിസൈലിയൻസ്, ഇന്നോവേഷൻ, കോഓപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. 2026 ജനുവരി 15 നടന്ന 78ാമത് കരസേനാ ദിനാഘോഷത്തിന് വേദിയായ നഗരം ജയ്പൂർ. ജനുവരി 15 78ാമത് കരസേനാ ദിനം. അതിൻ്റെ വേദിയായത് ജയ്പൂർ. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ വ്യക്തി ശാരദ. 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയത് രാജസ്ഥാനാണ്. 2026 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ മുഖ്യ അതിഥികളായി പങ്കെടുക്കുന്നത് ആരൊക്കെയാണ്? ആൻ്റോണിയ കോസ്റ്റ, ഉർസുല വോൺ ഡെർ ലൈൻ. യൂറോപ്യൻ യൂണിയൻ്റെ ആൾക്കാരായിട്ടുള്ള ആൻ്റോണിയ കോസ്റ്റ ആൻഡ് ഉർസുല വോൺ ഡെർ ലൈൻ ആണ് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിലെ മുഖ്യാതിഥികൾ. 2026 77ാമത് റിപ്പബ്ലിക് ദിനമാണ് നടന്നത്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല കണ്ണൂരാണ്. 2ാം സ്ഥാനം നേടിയത് തൃശ്ശൂരാണ്. കലോത്സവങ്ങൾക്ക് വേദിയായത് തൃശ്ശൂർ തന്നെ. 64ാമത്തെ സ്കൂൾ കലോത്സവം. കിരീടം നേടിയത് കണ്ണൂർ, സെക്കൻഡ് തൃശ്ശൂർ. കലോത്സവത്തിൻ്റെ വേദി തൃശ്ശൂരായിരുന്നു. സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നുയരാം കരുത്തോടെ എന്ന ക്യാമ്പയിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യരാണ് ഗുഡ്വിൽ അംബാസിഡർ. സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച ഒരു ക്യാമ്പയിനാണ് പറന്നുയരാം കരുത്തോടെ. അതിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യർ. 2026 ജനുവരിയിൽ നിലവിൽ വന്ന ഗാസ ബോർഡ് ഓഫ് പീസിൻ്റെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപിനെയാണ്. ഈ ഗാസ ബോർഡ് ഓഫ് പീസിൻ്റെ സ്ഥാപക അംഗങ്ങളായിട്ട് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെയും ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയറിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. US ആണ് ഈ ഗാസ ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ചത്. അതിൻ്റെ അധ്യക്ഷൻ ഡൊണാൾഡ് ട്രംപ് ആണ്. സ്ഥാപക അംഗങ്ങൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ,
ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെപ്പറ്റി വിവരം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച AI വെർച്വൽ അസിസ്റ്റൻ്റാണ് സ്മാർട്ടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെ പറ്റിയിട്ട് വിവരം നൽകാൻ കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു AI വെർച്വൽ അസിസ്റ്റൻ്റാണ് സ്മാർട്ടി. 2025-26 സീസണിലെ വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ജേതാക്കൾ വിദർഭയാണ്. വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ജേതാക്കൾ വിദർഭ. കേരള സർക്കാർ നടപ്പിലാക്കുന്ന കണക്ട് ടു വർക്ക് പദ്ധതി പ്രകാരം അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാന പരിധി 5 ലക്ഷം. മുൻപ് 1 ലക്ഷമായിരുന്നു, ഇപ്പോൾ 5 ലക്ഷമാക്കി ഉയർത്തി. ഉദ്യോഗാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനത്തിനും മത്സര പരീക്ഷാ പരിശീലനത്തിനും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് പ്രതിമാസം 1000 രൂപ വീതം 1 വർഷത്തേക്കാണ് ലഭിക്കുക. കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കെ സച്ചിദാനന്ദൻ്റെ ആത്മകഥയുടെ പേരാണ് അവിരാമം. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനാണ് കെ സച്ചിദാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് അവിരാമം. അന്താരാഷ്ട്ര ബാഡ്മിൻ്റണിൽ നിന്നും വിരമിച്ച ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരമാണ് സൈന നെഹ്വാൾ. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഈ സമൃദ്ധ. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം ലക്ഷ്യമിട്ട് കേരള ഗവൺമെൻറ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ സമൃദ്ധ. 2026 വേൾഡ് ഇക്കണോമിക് ഫോറം ഉച്ചകോടിയുടെ വേദി ദാവോസ്, സ്വിറ്റ്സർലാൻഡ്. വേൾഡ് എക്കണോമിക് ഫോറം എപ്പോഴും ദാവോസിലാണ് നടക്കാറ്. 2026 പ്രമേയം എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്നാണ്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ കൊളോഗ്നിയിലാണ്. കേരളത്തിൽ നിന്നുള്ള സംഘത്തെ നയിച്ചത് വ്യവസായ മന്ത്രിയായ പി രാജീവ്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFൻ്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യ വനിതാ ഉദ്യോഗസ്ഥ സിമ്രാൻ ബാല. 2026 റിപ്പബ്ലിക് ദിനം 77ാമത് റിപ്പബ്ലിക് ദിനമായിരുന്നു. അതിലെ മുഖ്യാതിഥികൾ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡൻ്റായ ആൻ്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ്റെ പ്രസിഡൻ്റായ ഉർസുല വോണ്ടർ ലെയനും ആയിരുന്നു. അതിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFൻ്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യത്തെ വനിതാ ഉദ്യോഗസ്ഥയാണ് സിമ്രാൻ ബാല. റിപ്പബ്ലിക് ദിനത്തിൻ്റെ തീം വന്ദേമാതരത്തിൻ്റെ 150 വർഷങ്ങൾ എന്നായിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിൻ്റെ ടാബ്ലോയിൻ്റെ തീം ഡിജിറ്റൽ സാക്ഷരതയും വാട്ടർ മെട്രോയും എന്നായിരുന്നു. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗ്രാസ മാർഷലിനാണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ പ്രീമിയം എന്ന് പറയുന്നത് 687 രൂപ. പുതുക്കിയ വാർഷിക പ്രീമിയം 8244 രൂപ. മെഡിസപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. ഈ പദ്ധതി പ്രകാരം പ്രതിവർഷം 3 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായമാണ് അടിസ്ഥാനമായി ലഭിക്കുന്നത്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ വ്യോമസേന ആദ്യമായി അവതരിപ്പിക്കുന്ന 2025 പാകിസ്ഥാനെതിരെ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ സ്മരണാർത്ഥമുള്ള ഫ്ലൈ പാസ്റ്റ് ഫോർമേഷൻ ഏതാണ്? സിന്ദൂർ. 2026 റിപ്പബ്ലിക്കിലെ ആദ്യമായിട്ട് ഇന്ത്യൻ വ്യോമസേന അവതരിപ്പിക്കുന്ന ഫ്ലൈ പാസ്റ്റ് ഫോർമേഷനാണ് സിന്ദൂർ. ഇത് 2025 പാകിസ്ഥാനെതിരെ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ സ്മരണാർത്ഥമായിട്ടാണ് നടത്തിയത്. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ വ്യോമസേനയുടെ പങ്ക് എടുത്തു കാട്ടുന്നതാണ് ഈ ഫോർമേഷൻ. വ്യോമസേനയുടെ ആപ്തവാക്യം നഭഃ സ്പൃശം ദീപ്തം എന്നാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് രാഷ്ട്രപതിയാണ്. 77ാമത് റിപ്പബ്ലിക് ദിനമായിരുന്നു. മുഖ്യാതിഥികൾ യൂറോപ്യൻ കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ആൻ്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഉർസുല വോണ്ടർ ലെയനുമാണ്. ഇനി നമ്മൾ പറയും. അടുത്തത് പ്രൊഫഷണൽ ബാഡ്മിൻ്റണിൽ 500 വിജയങ്ങളെന്ന നാഴികക്കല്ല് പിന്നിടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത PV സിന്ധു. 2026 ദേശീയ വോട്ടർ ദിനം നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം മൈ ഇന്ത്യ മൈ വോട്ട് എന്നാണ്. സർക്കാർ ജീവനക്കാരുടെ ഹാജർ നില കൃത്യമാക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കർത്തവ്യ എന്ന പേരിൽ സെൽഫി അറ്റൻഡൻസ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കർണാടക. സർക്കാർ ജീവനക്കാരുടെ ഹാജർ നില കൃത്യമാക്കാൻ വേണ്ടിയിട്ട് AI ഉപയോഗിച്ചിട്ടുള്ള കർത്തവ്യ എന്ന പേരുള്ള സെൽഫി അറ്റൻഡൻസ് സംവിധാനം കൊണ്ടുവന്നത് കർണാടകയാണ്.
2026 ജനുവരിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ത്രിതല സമാധാന ചർച്ചകൾക്ക് വേദിയാകുന്നത് അബുദാബി ആണ്. UAE അബുദാബി. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോയുടെ പ്രധാന പ്രമേയം നമ്മൾ പറഞ്ഞു, ഡിജിറ്റൽ സാക്ഷരതയും വാട്ടർ മെട്രോയും. ആത്മനിർഭർ കേരളം ആത്മനിർഭർ ഭാരതത്തിന് എന്നതായിരുന്നു ടാബ്ലോൻ്റെ ആശയപരമായ അടിത്തറ. ടാബ്ലോയുടെ മുൻഭാഗത്ത് ഡിജിറ്റൽ സാക്ഷരതയുടെ അംബാസിഡറായ സരസു എന്ന ഗ്രാമീണ സ്ത്രീ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും ഉപയോഗിക്കുന്നതാണ് പ്രദർശിപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ആയ കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃക ടാബ്ലോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഹരിതകർമ്മസേന അംഗങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. 77ാമത് റിപ്പബ്ലിക് ദിനമായിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങളിൽ പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായി ലഭിച്ച മുൻ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ മമ്മൂട്ടിയുണ്ട്, വെള്ളാപ്പള്ളി നടേശനുണ്ട്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. പത്മ പുരസ്കാരങ്ങളെ പറ്റിയിട്ട് ഒരു ക്ലാസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് കാണാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. 2026 റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഔദ്യോഗിക തീം വന്ദേമാതരത്തിൻ്റെ 150 വർഷങ്ങൾ. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേമാതരം എന്ന ഗാനത്തിൻ്റെ 150ാമത്തെ വാർഷികമാണ് 2026 ആഘോഷിക്കുന്നത്. പരേഡിൻ്റെ 2 ഉപവിഷയങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ മന്ത്രം വന്ദേമാതരം, സമൃദ്ധിയുടെ മന്ത്രം ആത്മനിർഭർ ഭാരത് എന്നിവയായിരുന്നു. 2026 77ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥികളായത് ആൻ്റോണിയോ കോസ്റ്റെ, യൂറോപ്യൻ കൗൺസിലിൻ്റെ പ്രസിഡന്റ്, ഉർസുല വോണ്ടർലൈൻ, യൂറോപ്യൻ കമ്മീഷൻ്റെ പ്രസിഡന്റ്. ഇന്ത്യയുടെ ആദ്യത്തെ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് സ്ഥാപിച്ച് 2026 പത്മശ്രീ നേടിയ ഡോക്ടറാണ് ഡോക്ടർ അർമിഡ ഫെർണാണ്ടസ്. 2026 വിമാനാപകടത്തിൽ അന്തരിച്ച പ്രമുഖ മഹാരാഷ്ട്ര രാഷ്ട്രീയ നേതാവും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന വ്യക്തി അജിത് പവാർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒഴിവാക്കി. കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി നടപ്പിലാക്കിയതിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്ക് ഗാന്ധിജിയുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിൽ ആദ്യമായി കോർണിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ജില്ലാതല ആശുപത്രിയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി. കോർണിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് തിരുവനന്തപുരം ജനറൽ ആശുപത്രി. 2024 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ ശാസ്ത്രജ്ഞ ഡോക്ടർ ടെസ്സി തോമസ്. ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്നറിയപ്പെടുന്നത് ടെസ്സി തോമസ് ആണ്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ വിഭാഗത്തിൽ 3ാം സ്ഥാനം നേടിയത് കേരളത്തിനായിരുന്നു. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് മദർ മേരി കംസ് ടു മീ. 2026-27 കാലയളവിലേക്കുള്ള യുനെസ്കോ ലോക പൈതൃക പട്ടികയിലേക്ക് ഇന്ത്യ ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്തത് എന്തിനെയാണ്? മേഘാലയയിലെ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകളിനെ. 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി. ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഏറ്റവും അധികം മത്സരങ്ങൾ വിജയിച്ച താരമെന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. 2026 ഓസ്ട്രേലിയ ഓപ്പൺ കിട്ടിയത് കാർലോസ് അൽക്കാരസിന്. കേരള സർക്കാർ അടുത്തിടെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി പ്രതിഭാസമാണ് കടലാക്രമണം. ഫസ്റ്റ് തൊട്ട് ഒന്നും കൂടി നോക്കാം. 2026 എന്ന് പറയുന്നത് മേച്ചിൽപ്പുറങ്ങളുടെയും ഇടിയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം, സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷമാണ്. UN വന്നിട്ടുള്ളത് 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ വന്നത്. ഒക്ടോബർ 30 ഇന്ത്യ അതിലംഗമായത്. 1945 ഒക്ടോബർ 30. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൗമൻസൻ ആണ്. 40ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൗമൻസൻ. അമേരിക്കൻ സൈനിക നടപടിയിലൂടെ തടവിലാക്കപ്പെട്ട വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ പുറത്തിറക്കിയ പുതിയ മാസ്കോട്ടിൻ്റെ പേര് സാംഗികി. തൊണ്ടി മുതൽ അട്ടിമറിച്ച് വിധിയിലെ കൃത്രിമം കാണിച്ചതിനെ തുടർന്ന് 3 വർഷം തടവും 10,000 രൂപയും കിട്ടിയ മുൻ മന്ത്രിയാണ് ആൻ്റണി രാജു. 2026 കോഴിക്കോടിൽ നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ മുഖ്യ അതിഥി സുനിത വില്യംസ്.
നാസ ബഹിരാകാശ സഞ്ചാരിയാണ് സുനിത വില്യംസ്. ഈയിടെ വിരമിച്ചിട്ടുണ്ടായിരുന്നു നാസയിൽ നിന്നും. 3 ദൗത്യങ്ങളിലായി 608 ദിവസമാണ് കഴിഞ്ഞത്. ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വാക്ക് നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സുനിത വില്യംസ്. 9 തവണയാണ് 62 മണിക്കൂറും 6 മിനിറ്റും. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടുന്നതിനായി 2026 ജനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ രഹസ്യ സൈനിക നീക്കം ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. 2030 ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ നടത്തിപ്പിനായി രൂപീകരിച്ച പ്രത്യേക നിർവഹണ ഏജൻസിയുടെ അധ്യക്ഷയായിട്ട് ചുമതലയേറ്റത് PT ഉഷ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ. KSRTC വന്നത് 1965. പിന്നെ 2026 ഹരിവരാസനം പുരസ്കാരം കിട്ടിയത് തിരുവിഴ ജയശങ്കർ. ആദ്യത്തെ ഹരിവരാസനം പുരസ്കാരം KJ യേശുദാസിന്. 2025 ഹരിവരാസനം പുരസ്കാരം കൈതപ്പുറം ദാമോദരൻ. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും പശ്ചിമഘട്ട സംരക്ഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ ശില്പിയുമായ വ്യക്തി. 2026 ജനുവരിയിൽ അന്തരിച്ചു. മാധവ് ഗാഡ്ഗിൽ. ജനുവരി 7, 2026 മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചത്. 2024 UN ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1981 പത്മശ്രീ ലഭിച്ചു. 2006 പത്മഭൂഷണും ലഭിച്ചു. 2015 പരിസ്ഥിതി നേട്ടത്തിനുള്ള ടൈലർ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 1986 ശാന്തി സ്വരൂപ് ഭട്നാഗർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചത് 2011 ഓഗസ്റ്റ് 30 പിന്നെ പ്രധാന ബുക്കാണ് എ വോക്ക് അപ്പ് ദ ഹില്ല്, ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. ആത്മകഥ, പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. ആധാറിൻ്റെ പുതിയ ഭാഗ്യചിഹ്നത്തിൻ്റെ പേര് ഉദയ് എന്നാണ്. അരുൺ ഗോകുലാണ് ഡിസൈൻ ചെയ്തത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പുനരുജ്ജീവിപ്പിച്ച നാഷണൽ ഒളിമ്പിക് അക്കാദമിയുടെ ഡയറക്ടർ ഗഗൻ നാരംഗ്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബാക്ടീരിയനെ പ്രഖ്യാപിക്കുന്നത് കേരളം. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് EP രാജഗോപാൽ. ഉൾക്കഥ എന്ന് പറയുന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിന് പുരസ്കാരം 30,000 രൂപ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതാ കാർഷിക ഭക്ഷ്യ സംരംഭങ്ങളെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി ആരംഭിച്ച യൂണിഫൈഡ് പ്രീമിയം ബ്രാൻഡാണ് K-ഇനം. K-ഇനത്തിൻ്റെ ഫുൾ ഫോം കേരള ഇൻ്റഗ്രേറ്റഡ് നെറ്റ്വർക്ക് ഓഫ് അഗ്രി ഫുഡ് മാർക്കറ്റിംഗ്. 2026 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം ബിൽഡിംഗ് ഫോർ റിസൈലിയൻസ്, ഇന്നോവേഷൻ, കോഓപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. 2026 ജനുവരി 15 നടന്ന 78ാമത് കരസേന ദിനാഘോഷത്തിൻ്റെ വേദി ജയ്പൂർ. പിന്നെ JC ഡാനിയൽ പുരസ്കാരം 2024 ശാരദ. 2026 ജനുവരിയിൽ സ്കൂളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. 77ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥികൾ യൂറോപ്യൻ കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ആൻ്റോണിയോ കോസ്റ്റോയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡൻ്റായ ഉർസുല വോണ്ടർലെയനും. 64ാമത് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂർ, സെക്കൻഡ് തൃശ്ശൂർ, തേർഡ് കോഴിക്കോട്. വേദി തൃശ്ശൂർ. പിന്നെ പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിൻ്റെ അംബാസഡർ മഞ്ജു വാര്യർ. 2026 നിലവിൽ വന്ന ഗാസ ബോർഡ് ഓഫ് പീസിൻ്റെ അധ്യക്ഷൻ ഡൊണാൾഡ് ട്രംപ്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെ പറ്റി വിവരം നൽകാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച വിർച്വൽ അസിസ്റ്റൻ്റാണ് സ്മാർട്ടി. വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ജേതാക്കൾ വിദർഭ. കേരള സർക്കാർ നടപ്പിലാക്കുന്ന കണക്ട് ടു വർക്ക് പദ്ധതിയുടെ കുടുംബവാർഷിക വരുമാനം 5 ലക്ഷം രൂപ. മുന്നേ 1 ലക്ഷമായിരുന്നു. 18 തൊട്ട് 30 വയസ്സ് പ്രായമുള്ളവർക്കാണ് പ്രതിമാസം 1000 രൂപ കിട്ടുന്നത്. കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ K. സച്ചിദാനന്ദൻ്റെ ആത്മകഥ അവിരാമം. അന്താരാഷ്ട്ര ബാഡ്മിൻ്റണിൽ നിന്ന് വിരമിച്ച ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരമാണ് സൈന നെഹ്വാൾ. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി സമൃദ്ധ. 2026 വേൾഡ് എക്കണോമിക് ഫോറം വേദി ദാവോസ്, സ്വിറ്റ്സർലാൻഡ്. ഈ വർഷത്തെ പ്രമേയം എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFൻ്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യത്തെ വനിതാ ഉദ്യോഗസ്ഥ സിമ്രാൻ ബാല. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ഗ്രാസ മാർഷൽ. 2024 മിഷേൽ ബഷലൈറ്റിനായിരുന്നു ലഭിച്ചത്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രതിമാസ പ്രീമിയം തുക 687, പുതുക്കിയ വാർഷിക പ്രീമിയം 8244.
പിന്നെ വ്യോമസേന ആദ്യമായിട്ട് നടത്തിയ ഫ്ലൈ പാസ്റ്റ് ഫോർമേഷനാണ് സിന്ദൂർ. പിന്നെ പ്രൊഫഷണൽ ബാഡ്മിൻ്റണിൽ 500 വിജയങ്ങൾ എന്ന നാഴികക്കല്ല് പിന്നിടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത PV സിന്ധു. 2026 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത് മൈ ഇന്ത്യ മൈ വോട്ട്. സർക്കാർ ജീവനക്കാരുടെ ഹാജർ നില കൃത്യമാക്കാൻ വേണ്ടി AI ഉപയോഗിച്ചിട്ട് കർത്തവ്യ എന്ന പേരിൽ സെൽഫി അറ്റൻഡൻസ് സംവിധാനം കൊണ്ടുവന്നത് കർണാടക. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമാധാന ചർച്ചയുടെ വേദി അബുദാബി UAE. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോൻ്റെ പ്രമേയം ഡിജിറ്റൽ സാക്ഷരതയും വാട്ടർ മെട്രോയും. വന്ദേമാതരത്തിൻ്റെ 150 വർഷങ്ങൾ എന്നതായിരുന്നു ഔദ്യോഗിക തീം. 2026 പത്മ പുരസ്കാരങ്ങളിൽ പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായി ലഭിച്ച കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. പത്മഭൂഷൺ ലഭിച്ചത് മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഔദ്യോഗിക തീം വന്ദേമാതരത്തിൻ്റെ 150 വർഷങ്ങൾ. 2026 77ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥികളായത് ആൻ്റോണിയോ കോസ്റ്റെ, ഉർസുല വോണ്ടർലെയ്ൻ. ഇന്ത്യയുടെ ആദ്യത്തെ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് സ്ഥാപിച്ച് 2026 പത്മശ്രീ നേടിയ ഡോക്ടറാണ് അർമിഡ ഫെർണാണ്ടസ്. വിമാനാപകടത്തിൽ മരിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിരുന്നു അജിത് പവാർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി നടപ്പിലാക്കിയതിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്ക് ഗാന്ധിജിയുടെ പേര് കൊടുക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിൽ ആദ്യമായി കോർണിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ജില്ലാതല ആശുപത്രിയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി. 2024 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ ശാസ്ത്രജ്ഞ ഡോക്ടർ ടെസി തോമസ്. പിന്നെ റിപ്പബ്ലിക് ദിന പരേഡിൽ ടാബ്ലോയിൽ 3ാം സ്ഥാനം കിട്ടിയത് കേരളത്തിന്. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം മദർ മേരി കംസ് ടു മീ. 2026-27 കാലയളവിലേക്കുള്ള യുനെസ്കോ ലോക പൈതൃക പട്ടികയിലേക്ക് ഇന്ത്യ ഔദ്യോഗികമായി നാമകരണം ചെയ്തത് മേഘാലയയിലെ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. 2026 ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടി വേദി ന്യൂഡൽഹി. ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഏറ്റവും അധികം മത്സരം വിജയിച്ച താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച്. സവിശേഷ ദുരന്തമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചത് കടലാക്രമണം.